ആക്ച്വലി ഇന്നിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും റോള് വളരെ കുറവാണ്. കാരണം അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഇന്റർവ്യൂസിലൊന്നും ഒരുപാട് കാണാത്ത മുഖങ്ങളാണ്. അമ്മയും പൂർണിമയും ഒരുമിച്ചുള്ള ഇന്റർവ്യൂസ് എപ്പോ കണ്ടാലും അമ്മ അത് പറയല്ലേ, അമ്മ ഇത് പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഈ മോൾക്ക് അത്ര വലിയ ടെൻഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹലോ, എനിക്ക് 2 കാറുണ്ട്. മോക്കൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് GCയുടെ ബാക്കിൽ ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കിയപ്പോഴത്തേക്കും ദില്ലുവിന്റെ കാറിൽ ഇവർ രണ്ടുപേരും പോകുന്നു. അപ്പൊ ഞാൻ കാറിന്റെ ഫ്രണ്ടിൽ കയറി നിന്ന് നിർത്തി. GCയുടെ നടുക്ക് വന്നു കേട്ടാ. സിനിമയ്ക്ക് പോകണം, ഫ്രണ്ട്സിന്റെ കൂടെയാണ്, ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഒന്നാ ശരി ഞാനും വരാം. അപ്പൊ നമ്മൾ അടുത്തിരുന്ന് പോപ്കോൺ ഒക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ അടുത്ത മമ്മി ഒന്ന് സൈഡിലിരിക്കുന്നത്. അപ്പുറം പ്രിയ. ഈ 2 മക്കളിലും ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞ അനുസരിക്കും അല്ലേ? ഏറ്റവും നോട്ടി ആയിട്ടുള്ള മകൾ ഏതായിരുന്നു? വളരെ നോട്ടി പൂർണിമ തന്നെയാണ്. പക്ഷെ ഞാനൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന് SI പിടിച്ചു. കണ്ടമാനം ഫ്രണ്ട്സ് കോളേജിലുണ്ടല്ലോ. ആ ഫ്രണ്ട്സൊക്കെ വന്ന് സാറിന് എന്ത് ഭംഗിയാ കാണാൻ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. പൂർണിമയുടെ കവർ പേജും എടുത്തു. മാഗസീൻ വന്നതും പിറ്റേ ദിവസം രാവിലെ ഇവിടെ ആളാ. അപ്പൊ ഇവിടെ ഈ പടത്തിലുള്ള കുട്ടി ഇവിടെയാണ് താമസിക്കുന്നത്. ഞാനാണ് പൂർണ്ണിമൊക്കെ കൂടുമ്പോ ഞാൻ ഇനി മേലി വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞിട്ട് പോവുക. വൈകുന്നേരം ഒരു 4:30 മണിയാകുമ്പോ ഫോൺ വരും, മമ്മി ചായ ഇടണേ. മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യില്. അപ്പൊ ചേച്ചിക്ക് അന്ന് ഭയങ്കര സ്നേഹം, എന്റെ കൂടെ കിടക്കണം. അല്ല, നീ ഇന്ന് എന്റെ കൂടെ കിടക്കണ്ട, രാവിലെ എണീക്കുമ്പോ അത് മൊത്തം എന്റെ മുഖത്ത്. അപ്പൊ ഇവിടുന്ന് കിടക്കാൻ പറ്റില്ല, അങ്ങനെ അടിയായി. India's #1 language academy, Needus Academy. റിസൾട്ടിൽ എടുത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരുപാട് രാജ്യങ്ങൾ വളരെ ഹാപ്പിയായി കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വളരെ ഹാപ്പിയായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാപ്പി ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം നിഹാൽ പിള്ളെ, പ്രിയ മോഹൻ, അച്ഛൻ ആൻഡ് അമ്മ. ആക്ച്വലി ഇന്നിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും റോള് വളരെ കുറവാണ്. കാരണം അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഇന്റർവ്യൂസിലൊന്നും ഒരുപാട് കാണാത്ത മുഖങ്ങളാണ്. അപ്പൊ സീക്രട്സ് ഒക്കെ അവരുടെ അടുത്ത് ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചെന്നറിയോ, നിഹാലേട്ടനെ ആദ്യം കണ്ടു. അപ്പൊ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് കയറി പോകുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ എൻട്രി. അപ്പൊ ഞാൻ നോക്കിയാൽ വളരെ കളർഫുള്ളായി നിഹാലിനേക്കാൾ യങ് ആയിട്ട് ചേട്ടാ, സത്യത്തിൽ അച്ഛനൊരു ഭീഷണിയാണോ? സത്യം പറയുന്ന എന്താ പറയാ, ഈ ഡാഡിയുടെ ഈ ഷർട്ടിന്റെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വാർഡ്രോബിൽ ഒന്നും ഇല്ലാന്ന് തോന്നിപ്പോ. അത്രയധികം കളക്ഷൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു വ്ളോഗിൽ കണ്ട സാധനം അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട സാധനം പിന്നെ അത് ഉടനെയൊന്നും കാണത്തില്ല. ഒരു 6 മാസം എടുക്കണം മിനിമം. ഒരു ഇന്റർവ്യൂല് പൂർണിമ ചേച്ചി പറയുന്ന കേട്ടോ, ഇവരുടെ പ്രണയകഥ ഞാനാണ് ആദ്യം പോയി അച്ഛനോട് പറഞ്ഞത്. എന്തായിരുന്നു അങ്കിളിന്റെ ആദ്യത്തെ റിയാക്ഷൻ? വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാനൊരു ദിവസം കാറ് ഓടിച്ചു പോകുമ്പോഴത്തേക്കും എനിക്ക് 2 കാറുണ്ട്. മോക്കൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയക്ക് പോകുന്ന വഴിക്ക് GCയുടെ ബാക്കിൽ ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു. കാറ് ഞാൻ പറയും ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തതെന്ന് നോക്കിയപ്പോഴത്തേക്കും ദില്ലുവിന്റെ കാറിൽ ഇവർ രണ്ടുപേരും പോകുന്നു. അപ്പൊ ഇവൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ദില്ലു പിക്ക് ചെയ്യും. അപ്പൊ ഞാൻ കാറിന്റെ ഫ്രണ്ടിൽ കയറി നിന്ന് നിർത്തി. എനിക്ക് വന്നൊരു ഷോക്ക് ഉണ്ടല്ലോ. സൺഡേയാണ്, ലഞ്ചിന് പോകാനുള്ള പ്ലാനാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് കാറിൽ പോയി, ഞാൻ ഇവിടെ അടുത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് ദില്ലു അവിടെ എന്നെ ഒന്ന് പിക്ക് ചെയ്ത് ഞാൻ കാറിൽ കയറി ഞങ്ങൾ ലഞ്ചിന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ദില്ലു ആണെങ്കിൽ ഡാഡി നിൽക്കുന്നത്. കാറ് നിർത്തിയപ്പോ ഞാൻ ഇറങ്ങി അവളോട് നിന്റെ കാറി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. പിന്നെ അവരുമായിട്ട് സംസാരിച്ചു. വണ്ടി ഓടിച്ചു. അപ്പൊ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. ദില്ലു അല്ല, പ്രിയ നന്നായിട്ടാ ചെയ്തേ. പ്രിയ അപ്പോ ദില്ലുവിന്റെ കൂടെ പോയിരുന്നെങ്കിൽ അദ്ദേഹം നാണം കിട്ടേനെ. പിന്നെ കുറച്ച് വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നാളായിട്ടൊരു സംശയമുണ്ട്. അങ്കിൾ പറഞ്ഞു എന്നോട്, കാരണം ഇവള് സൺഡേ ആവുമ്പോ ഫ്രണ്ടിന്റെ പോകുന്നു. അപ്പൊ പുറത്ത് ഞാൻ പറയും ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ പുറത്ത് പോണേ?
അല്ല ഫ്രണ്ട്സിന്റെ കൂടെ പോയി. അപ്പൊ അവള് അങ്ങനെയൊന്നും ഒന്നും പോവാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സും ഇല്ല. അപ്പൊ ചേച്ചി പോയിരുന്നെങ്കിൽ ഇവർക്ക് സംശയം ഉണ്ടാവില്ല. സംശയം വന്നു. അപ്പോ ഇവള് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പുറകിൽ പോയെന്ന് പറഞ്ഞു. അങ്കിൾ അതിനു വേണ്ടി പുറകെ പോയതാണോ? അമ്പടെ കള്ള ഞാനിങ്ങനെ വെറുതെ പോയപ്പോ ഒരു വണ്ടി കിടക്കാം. അങ്കിൾ പോയതാ. എന്നിട്ട് വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇത് കുറെ നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എങ്ങോട്ടാ പോണേന്നുള്ളത് നമ്മള് അറിഞ്ഞിരിക്കണ്ടേ. കയ്യും കാലം വിറച്ച് അച്ഛൻ തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞ വീട്ടിൽ വന്ന് കയറുമ്പോൾ മാനസികാവസ്ഥ എന്തായിരുന്നു? പറയണ്ട, ഞാൻ നേരെ വീട്ടിൽ വന്നു, റൂമിലേക്ക് പോയി. ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോയി. ആരാണെന്നും പറഞ്ഞില്ല, ഡാഡി വരുമ്പോ പറയുമല്ലോ. പുറത്ത് പോയി ഡാഡി ഇങ്ങനെ കണ്ടു. അപ്പൊ ഡാഡി ഇങ്ങനെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ശരിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞത്. ഞാൻ നേരെ റൂമിൽ പോയി. മുകളില് പോയി റൂമില് അടച്ചിരിക്കുക. അപ്പം അങ്കിള് വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രിയ അപ്പൊ തന്നെ വന്നൂല്ലോ, മുകളിൽ പോയല്ലോ. അത് ഇതാണ് കാര്യം, ഞാൻ കൈയോടെ പിടിച്ചു അവളെ. പിന്നെ ചേച്ചിയാണ് വന്ന് ഇവരോടത്ത് കാര്യം ഡാഡിയുടെ തമാശ എന്താന്ന് വെച്ചാൽ പറയേണ്ട താമസം തന്നെ ഡാഡി ആദ്യം വിളിച്ചിട്ട് ഹോള് കിട്ടുമോ നോക്കട്ടെ എന്ന് വെച്ചാ കല്യാണത്തിന് ഹോള് കിട്ടാൻ ഭയങ്കര പാടാ ആ സമയത്ത്. അപ്പൊ ഡാഡിക്ക് ആരാണ് എന്താണ് ഒന്നും അറിയില്ല. ഞാൻ ഹോള് ഇഷ്ടമുള്ളവരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച, പൂർണ്ണിമയാണെങ്കിലും പ്രിയ ആണെങ്കിലും അവനവന് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുക, അങ്ങനെയുള്ളതായിരുന്നു. ഇതെങ്ങനെയാ ഇങ്ങനെ ഒരുപാട് പുറത്തേക്ക് ഇറങ്ങാത്ത, അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത, എപ്പോഴും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ മാത്രം നടക്കുന്ന ആള് ഇതിനിടയിൽ ഒരാളെ കണ്ടുപിടിച്ചത്? എന്റെ വീടിന്റെ മുകളിൽ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകും. ഞങ്ങൾ ഒരു മാഷിനെ വെച്ച് നിർത്തി ക്ലാസ് എടുക്കുന്നതാ. അപ്പൊ അവിടെ ദില്ലു ഡാൻസ് പഠിക്കാൻ വന്നു. അങ്ങനെയാണ് ഞാൻ ദില്ലുവിനെ പരിചയപ്പെടുന്നത്. ഡാൻസ് ക്ലാസ്സിലും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്, ഒരു ഫ്രണ്ട് സർക്കിൾ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ. ഞങ്ങള് സിനിമയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് പോയാൽ നിങ്ങൾ സമ്മതിക്കൂല, അതുകൊണ്ടല്ലേ ചോദിക്കാതെ പോയെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇന്ന് ചോദിച്ചിട്ട് പോവാം, എനിക്ക് സിനിമയ്ക്ക് പോകണം, ഫ്രണ്ട്സിന്റെ കൂടെയാ, ഇവരൊക്കെയാണ്. അപ്പൊ അമ്മ ഒന്നാ ശരി ഞാനും വരാം. ഞങ്ങൾ അപ്പൊ നമ്മൾ അടുത്തിരുന്ന് പോപ്കോൺ ഒക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ അടുത്ത മമ്മി ഒന്ന് സൈഡിൽ ഇരിക്കുന്നു. മമ്മി ഇങ്ങനെ സിനിമയിൽ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു, സീരിയസ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ആന്റിക്ക് ആക്ച്വലി അത് ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ജീവിച്ചൊരു കൊച്ചു ഇതിനിടയിൽ ഒരു പ്രയോഗം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഞങ്ങള് ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പല പ്രിയ മാരേജ് പ്രായമായി, നീ ഇങ്ങനെ എന്താ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് എനിക്ക് കല്യാണം വേണ്ട അങ്ങനെ അവള് ഒരു കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്നേ. അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ കല്യാണം കഴിക്കണം ഉണ്ടായിരുന്നില്ല. അവൾ കല്യാണം കഴിക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഈ മൈൻഡൊക്കെ മാറ്റാൻ ഭയങ്കര പാടാ, ഇങ്ങനെ മാനേജ് ചെയ്തോ എന്തോ? ഇത്രയും ചാമ്പിക്കായിട്ട് ആളെ കിട്ടുമ്പോ തന്നെ മനസ്സ് മാറുമല്ലോ. അങ്ങനെ ഒരാളെ ഞാൻ ഇങ്ങനെ ഒരാളെ കെട്ടണം എന്ന് പറയുമ്പോ എല്ലാരും നീ കെട്ടാൻ പോകുന്നു അപ്പൊ ഞാൻ ചോദിക്കും, നിനക്ക് കല്യാണം കഴിക്കണ്ടേ? എല്ലാം നിന്റെ പ്രായത്തിലുള്ള നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കഴിഞ്ഞൂല്ലോ കല്യാണം, അവർക്ക് കുട്ടികളും ആയി കഴിഞ്ഞു, നീ ഇനി എന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുട്ടികളും വേണ്ട, കല്യാണം കഴിക്കണ്ട. കാരണം എനിക്ക് പാത്തുവിന് അച്ചുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ആക്ച്വലി പാത്തുവിനെയൊക്കെ ഞങ്ങള് തന്നെ അവിടെ ഞങ്ങളൊക്കെ തന്നെയാ വളർത്തിയത്. അപ്പൊ ഇനി എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഒക്കെ കാലശേഷം നീ എന്ത് ചെയ്യും? അപ്പൊ ആലോചിക്കാന്ന് പറഞ്ഞ ഇങ്ങനെ നീട്ടി ഏകദേശം ഒരു 30 years ഒക്കെ ആകാറായപ്പോഴാണ് സംഭവം. അതാണ് അങ്കിൾ അപ്പൊ തന്നെ കല്യാണം ഓഡിറ്റോറിയമിൽ മനസ്സ് ജാതകം നോക്കലോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അത് ഇന്ദ്രേട്ടന്റെയും ചേച്ചിയുടെ ആണെങ്കിലും ജാതകം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ? പക്ഷെ നിഹാലേട്ട, അതായത് ഒരു ഫുൾ സെലിബ്രിറ്റി വീട്ടിലേക്കാണല്ലോ വരുന്നത്, അതായത് എല്ലാം ഭയങ്കര സൂപ്പർ സ്റ്റാറുകളുടെ വീട്ടിലേക്ക്. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്റെ പൊന്നെ ഇങ്ങോട്ട് വന്ന എന്താകും എന്നൊക്കെയുള്ള. എനിക്ക് ആക്ച്വലി വേറൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രിയനൊക്കെ കാട്ടി പരിചയമുള്ളതിന് മുമ്പ് ഇന്ദ്രേട്ടനായിട്ട് നല്ല ഫ്രണ്ട്സാ. കാരണം പണ്ട് ജിമ്മിലൊക്കെ പോവായിരുന്നു. അപ്പൊ അന്നേ ഇന്ദ്രേട്ടനായിട്ട് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ദ്രേട്ടനായിട്ട് ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഇന്ദ്രേട്ടനും വരുമായിരുന്നു. അപ്പൊ ഒരു സെലിബ്രിറ്റി ഫീലിംഗ് ആയിട്ട് നമുക്ക് പണ്ടേ ഇന്ദ്രേട്ടനെ പേഴ്സണലി തോന്നിക്കില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പൂർണ്ണിമയായിട്ടെങ്കിൽ ഒരു ടച്ചും ഇല്ലായിരുന്നു. ഇന്ദ്രേട്ടനായിട്ട് ഇങ്ങനെ കുറെ കാലത്തെ
അടുപ്പമുണ്ടായിരുന്നു. പൂർണിമയോട് ചേച്ചിയോട് ഇത് പറയുമ്പോഴത്തേക്ക് ചേച്ചിയുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ചേച്ചിക്ക് ദില്ലുവിനെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ ഡാൻസ് ക്ലാസ്സിൽ വെച്ച്. പക്ഷെ അപ്പൊ ഞങ്ങളായിട്ട് ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നടന്നു പോണെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചേച്ചി ആ കൊള്ളാലോ, നല്ല പയ്യനാണല്ലോ. നീ എന്താ ശ്രദ്ധിക്കാത്ത ഇവരെയൊക്കെ? ചേച്ചിക്ക് പിന്നെ ആ സമയത്ത് ആരെ കണ്ടാലും ഇന്ദ്രേട്ടനും അതെ ചേച്ചിക്ക് അതെ ആരെ കണ്ടാലും നല്ല പയ്യനല്ലേ പ്രിയക്ക്. ഇന്ദ്രന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും വീട്ടില്. അപ്പം ഇവളോട് പറയും, പ്രിയ നല്ല പയ്യനാണ് നീ. അപ്പൊ പ്രിയ ആദ്യം പാന്റ് ഇടാൻ പഠിക്കും. ഒരു പൊക്കം കുറഞ്ഞ ഒരു പയ്യൻ വന്നു. പൊക്കം കുറഞ്ഞ എഞ്ചിനീയറോ എന്തോ ആണ് ആള് പുള്ളി. അപ്പം ഷോർട്ട്, അപ്പൊ പാന്റ് ഇങ്ങനെ ചിലവർക്കുണ്ടല്ലോ ഈ ഇറക്കി ഇടുന്ന സ്വഭാവം. അമേരിക്കൻ സ്റ്റൈലാണ്. ഇന്ദ്രൻ വന്ന് എന്നോട് പറഞ്ഞു, കൊള്ളാം ആന്റി, ആന്റി നമുക്ക് പ്രിയക്ക് നോക്കാം, നല്ല സ്വഭാവമാണ്, പിന്നെ പ്രിയക്ക് പുറത്തു പോവാ, ലണ്ടനിലാണ്, പ്രിയക്ക് പുറത്തു പോവാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പുറത്തു പോകുന്ന പയ്യന്മാരെ വേണ്ട, ഞങ്ങക്ക് വീട്ടിലിരിക്കുന്ന പയ്യനെ തന്നെ. എന്താ പ്രിയ നിനക്ക് എന്താ അഭിപ്രായം എന്ന് ഞാൻ ഇവളോട് ചോദിച്ചു. അപ്പോഴവളോട് ആദ്യം അയാൾ പാന്റ് ഒക്കെ ശരിക്കും ഇടാൻ പഠിക്കട്ടെ, പിന്നെ നമുക്ക് ആലോചിക്കാം. പാന്റ് വരെയൊക്കെ ഇടാൻ പഠിക്കട്ടെ, കല്യാണം ആലോചിക്കാം. ഈ രണ്ട് പെൺമക്കളാവുമ്പോ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോട് ഒരു സ്നേഹം കൂടുതൽ ഉണ്ടാവും പറയില്ലേ? ഉണ്ടല്ലേ? അമ്മയ്ക്ക് അതിലൊരു പരിഭവം ഉണ്ടോ? എനിക്ക് പരിഭവമൊന്നുമില്ല. ഇവര് രണ്ടുപേരും ഡാഡിനെയാണ് സപ്പോർട്ട് ചെയ്യണത്. ഞാൻ വല്ലതും കാര്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും ജോയിന്റ് ആവും. അപ്പൊ എനിക്ക് ഒരു വോയിസ് ഇല്ലാണ്ടായി പോവും ചില നേരം. മരുമക്കളെ പിടിക്കണം. ഇന്ദ്രേട്ടനും ദില്ലുവിനും മമ്മീനെ സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഇവര് രണ്ടുപേരും ഏറ്റവും നോട്ടി ആയിട്ടുള്ള മകൾ ഏതായിരുന്നു? വളരെ നോട്ടി പൂർണിമ തന്നെയാണ്. പിന്നെ ഞാനൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു, ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന് SI പിടിച്ചു. പിന്നെ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പിടിച്ച ഉടനെ അവൾക്കെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ, കണ്ടമാനം ഫ്രണ്ട്സ് കോളേജിലുണ്ടല്ലോ. ആ ഫ്രണ്ട്സൊക്കെ വന്ന് SI നല്ല ഒരു സുന്ദരനായിരുന്നു, സാറിന് എന്ത് ഭംഗിയാ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോ സോപ്പിട്ട് നിങ്ങള് സോപ്പിടൊന്നും വേണ്ട, പൊക്കോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. പൂർണിമ ബാലജന സഖ്യത്തില് ഇങ്ങനെ എറണാകുളം ഏരിയയുടെയൊക്കെ പ്രസിഡന്റും വലിയ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഈ സ്കൂട്ടറിൽ ഭയങ്കര സ്പീഡിലാണ് പോണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശങ്കരേട്ടൻ ഉണ്ടല്ലോ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൂർണിമയുടെ എന്ന് സ്കൂട്ടർ ആദ്യം മാറ്റൂ, കാരണം ആ കുട്ടി ഭയങ്കര സ്പീഡിലാണ് പോണേന്ന്. അന്ന് വൈകുന്നേരം ഇവള് വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോൾ തന്നെ സ്കൂട്ടർ മാറ്റി ഞങ്ങളുടെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, ആൾക്ക് കൊണ്ടുപോക്കോ വേഗം ഇനി ഇരിക്കണ്ടെന്ന്. അങ്ങനെയല്ലേ അച്ഛനും അമ്മയ്ക്ക് രണ്ട് എക്സ്ട്രീംസിലും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഒരാൾ ഇങ്ങനെ മറ്റേ തലതെറിച്ച മകളൊന്നും ആൺകുട്ടിയായിരുന്നു ഞങ്ങളുടെ വീട്ടില്. അതെല്ലേ നിഹാലേട്ടാ, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പാവം കുട്ടിയാണെങ്കിലും യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം എന്നാ പറയുന്നത്. തുടക്കത്തിലൊക്കെ പാവമാണ്, പിന്നെ അത് ആക്ച്വലി സാഹചര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടായിരിക്കുമല്ലോ. അല്ല, പിന്നെ കൂടെ ചേർന്നപ്പോ ആ സ്വഭാവം കിട്ടാതിരിക്കില്ലല്ലോ. പാവന്ന് പിന്നെ അങ്ങനെ ആക്കി എടുത്തു, പിന്നെ എന്റെ ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ പ്രിയ വഴക്കുണ്ടാക്കിയേക്കണ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും? രാവിലെ എഴുന്നേക്കാനായിരിക്കും. രാവിലെ എണീക്കാൻ ഭയങ്കര എനിക്ക് രാത്രി ഉറക്കം കിട്ടത്തില്ല. 4 മണി 5 മണിയാവും ഞാൻ ഉറങ്ങാൻ. അപ്പൊ പിന്നെ എനിക്ക് 7 മണിക്ക് 6 മണിക്ക് ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഈ ഭർത്താവ് രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. കുക്കിംഗ് ഒന്നും അറിയില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു കുക്കിംഗ് ഒന്നും അറിയില്ല, കാരണം ഇവര് രണ്ടുപേരല്ലേ ഉള്ളൂ. എനിക്ക് 2 സർവൻസും ഉണ്ട്, ഞാൻ കൂടെ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ അടുക്കളയിൽ പോയി ഞാൻ എപ്പോഴും പറയും, കല്യാണത്തിന് അറിയില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, പപ്പടം വല്ലതും വറുത്തു തരാം, അതും അറിയില്ല. കാരണം അവർക്ക് അത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല, അതാണ്. അപ്പൊ അതൊക്കെ നീ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞു. അവൾക്കൊരു ഇൻട്രസ്റ്റും ഇല്ല കുക്കിങ്ങിൽ, യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. പൂർണിമയ്ക്ക് പിന്നെയുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ്, പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ചെയ്യും. ഇവളതൊന്നും ചെയ്യില്ല, അതിനൊക്കെ വഴക്ക് വരും. അങ്ങനെ രാവിലെ എണിക്കാത്തതിന്റെ വഴക്ക് വരും. അല്ല, കുക്കിംഗ് ഒക്കെ നാച്ചുറലി കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതൊക്കെ ഓൾറെഡി ഭാര്യ പറഞ്ഞിരുന്നല്ലേ കുക്കിംഗ് കാര്യത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ട് വഴക്കൊന്നും ഉണ്ടാവാറില്ല വീട്ടില്. അതല്ല അങ്ങനെ വഴക്കൊന്നും ഇല്ല. ഈ രാവിലെ എഴുന്നേക്ക്, എസ്പെഷ്യലി നമ്മൾ ഈ വ്ളോഗിങ്ങിനൊക്കെ പോകുമ്പോ ട്രാവൽ ചെയ്യുമ്പോ
നമുക്ക് ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഈ കുത്തിപ്പൊക്കാനുള്ള പാടും അതൊക്കെയാണ്. ഇവിടുന്ന് നമ്മളിപ്പോ യൂറോപ്പിലൊക്കെ പോകുമ്പോ ഇവളിങ്ങനെ കിടന്നുറങ്ങിയ നമ്മളെല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുക ഇവിടെ എണീക്കണം വരെ. ഇവിടെ എണിച്ച് റെഡിയായിട്ട് വരുമ്പോ 12 മണിക്ക് പുറത്തിറങ്ങാൻ ഇപ്പൊ ഉടക്കുന്ന കാര്യം ചോദിച്ചല്ലേ, ഏറ്റവും കൂടുതൽ ഉടക്കുന്ന അറ്റത്തിരിക്കുന്ന എബ്രോഡ് പോയാലും അവിടുത്തെ ടൈം ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, എന്നാലും ഡാഡി 6 മണി, ഇവിടുത്തെ 6 മണിക്ക് അവിടെ ഞാൻ പറയും ഇത്രയും കാശ് മുടക്കി വന്നിട്ടേ ഉറങ്ങാൻ ഇവിടെ വെറുതെ ഇരിക്കാനാണോ ഞാൻ വന്നത്? ആകെ കൂടെ ഞാൻ കറക്റ്റ് ടൈമിന് എണീക്കണം. എപ്പോഴറിയോ? എപ്പോഴാ? ഫ്ലൈറ്റ് മിസ്സാവാതെ ഫ്ലൈറ്റിന് എയർപോർട്ടിൽ പോണോ? അത് കറക്റ്റ് എഴുന്നേക്കുന്നല്ല, ഉറങ്ങാതെ ഇരിക്കുന്നതല്ല. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കില്ല. കല്യാണം കഴിച്ച ചേട്ടന് ഏറ്റവും വണ്ടറടിച്ച ഒരു സ്വഭാവം എന്തായിരുന്നു? എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? രാവിലെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അത് ശരിക്കും ഒരു ടാലന്റ് ആട്ടോ. ഉച്ചവരെ ഉറങ്ങാൻ പിന്നെ അത് ഉറക്കം കിട്ടിയ കറക്റ്റ് 8 hours എന്റെ ടൈമിങ്. ആ 8 hours കറക്റ്റ് ആയിട്ട് എനിക്ക് ഉറങ്ങണം. അതിന്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് വന്നാൽ പിന്നെ അടുത്ത 8 hours റീസെറ്റ് ആവും. റീസെറ്റ് അടുത്ത പിന്നെ 8 hours ആവും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വളരെ എന്താ പറയാ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള പ്രൊഫഷണലില് ജോലി ചെയ്തിരുന്ന ആൾക്കാരല്ലേ? കഴിഞ്ഞ മക്കൾ രണ്ടുപേരും വളർന്നു വരുമ്പോഴത്തേക്ക് അവരെല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു അൺസ്റ്റേബിൾ കരിയർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വരില്ലേ? ഉണ്ടായിരുന്നു. പൂർണിമേനെ ഞങ്ങള് അഡ്വക്കേറ്റ് ആക്കും എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ആർഗ്യൂ ചെയ്യാന്നല്ല മേടിക്കുക. ഇവള് എന്റെ ഫീൽഡിലേക്ക് ടീച്ചിങ്ങിലേക്ക് വരണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അതിന്റെ കൂട്ടത്തില് എക്സ്ട്രാ ടാലന്റ് ആയിട്ട് ആണ് ഈ ഡാൻസും ഇതൊക്കെ പഠിപ്പിച്ചത്. എന്തായാലും പെൺകുട്ടികൾ ഒരു കാലത്ത് സെൽഫായിട്ട് ഏണിങ് ആയിരിക്കണം, അപ്പോഴേ അവർക്കൊരു വില ഉണ്ടാവുള്ളൂ. അങ്ങനെ എപ്പോഴും ഞങ്ങൾ വീട്ടിൽ വെച്ച് പറയും, നിങ്ങൾ രണ്ടുപേരും തൻകാലിൽ. അപ്പം സീരിയലാണെങ്കിലും അതും ആണല്ലോ. അപ്പൊ ഇതും എല്ലാ കാലവും സീരിയലോ സിനിമയോ ഒന്നും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ വേണമല്ലോ. അപ്പോൾ ടീച്ചിങ്ങോ അതൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് സേഫ് ആണല്ലോ ഫീൽഡ്. ടീച്ചിങ്ങോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും ചില കാര്യത്തില് വഴക്കൊക്കെ കൂടുമ്പോ എനിക്ക് തോന്നും ഇവൾക്കാണ് കൂടുതൽ അവളെക്കാട്ടിലും അഡ്വക്കേറ്റ് ആകാൻ. കാരണം പറയണത് എന്താ പറയണേ ഏതാ പറയണേ എന്നുള്ളത് അറിയില്ല. പട്ടപ്പട്ടാന്ന് എന്തെങ്കിലും നിസ്സാര കാര്യം മതി പടപടപട. ഞാൻ ചില നേരം മിണ്ടാതിരിക്കും, അവള് പറഞ്ഞു തീർത്ത് കഴിയട്ടെ, എന്നിട്ട് അതുവരെ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറയും, നീ ചെയ്തത് തെറ്റാണത്, ആര് ചെയ്താലും ശരി, അത് ചെയ്തത് തെറ്റാത്. പിന്നെ വന്ന് ഞാൻ ഇനി മേലാൽ ഈ വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞിട്ട് പോവുക. തിണ്ടാമെന്നല്ല, വൈകുന്നേരം ഒരു 4:30 മണിയാകുമ്പോ ഫോൺ വരും, മമ്മി ചായ ഇടണേ. ഇതാണ്. എന്നാ അവന്റെ വീട്ടില് ചായപ്പൊടി ഇല്ലാഞ്ഞിട്ടല്ല, പാലില്ല, അറിയാഞ്ഞിട്ടുമല്ല, ഇവിടെ വന്ന് അത് ടിഫിനും കൊണ്ടുവരും. എനിക്ക് കല്യാണം കോമഡിയാണ്. ഇന്നലെയും കൂടെ ഞാൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ നിനക്കൊരു ചായ ഇട്ട് കുടിക്കാൻ അറിയില്ലേ പ്രിയ, നീ ചായ ഇട്ട് കുടിക്കുക, അവിടെ ഇവിടെ ചായ ഇടണില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയാലും എറണാകുളത്തുള്ള ആരെങ്കിലും കെട്ടുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് അച്ഛനമ്മേനെ ഡെയിലി കാണാം. ദൂരെ പോയി എനിക്ക് പറ്റില്ല, ദൂരെ പോയി ഒക്കെ സ്റ്റേ ചെയ്യാൻ. അപ്പൊ എപ്പോഴും അപ്പൊ പിന്നെ ഇനി എന്തായാലും കെട്ടാൻ പോകും, അങ്ങനത്തെ ഒരാളെ കിട്ടാൻ പോകുന്നില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കെട്ടുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ കറക്റ്റ് എറണാകുളത്ത് തന്നെ ഒരാള് നമ്മുടെ റിലേഷൻ അങ്ങനെ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത്. അപ്പൊ ഡെയിലി കല്യാണം കഴിഞ്ഞാലും ഡെയിലി ഞാൻ വീട്ടിൽ വരുമായിരുന്നു. അച്ഛനും അമ്മയുടെ കൂടെ ഈവനിങ് ടീയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് വരും, ഉച്ചയ്ക്ക് ചേച്ചി വരും, കഴിക്കാൻ വരും. അപ്പൊ അങ്ങനെ അപ്പൊ ഡെയിലി ഞങ്ങള് അച്ഛനും അമ്മേനെ ഡെയിലി കാണുന്നുണ്ട്. അപ്പൊ വഴക്കടിക്കുമ്പോഴാണ് ഞാൻ മേലെ വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം വൈകുന്നേരം എത്തും ഞാൻ. അതൊക്കെ കേട്ട് ഇപ്പൊ അതൊന്നൊരു വിലയില്ലാണ്ടായല്ലേ രണ്ടാൾക്കും? തന്നെ 2-3 ഒച്ചക്കിട്ടർ എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ഒച്ചക്കിട്ടർ പോകും. പക്ഷെ പൂർണ്ണിമ 2-3 ദിവസം മിണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത മായി വന്ന് ചോറെടുത്ത് അവളോട് സർവനോട് പറയും, എടുക്കുക ചോറെടുക്കുക. ഞാൻ ചോദിക്കും, അപ്പോൾ എന്താ വഴക്കൊക്കെ കഴിഞ്ഞോ നിൻ്റെന്ന്? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ മമ്മി പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു. കാര്യം ഇവരുടെ കാര്യങ്ങൾ തന്നെ, നിസ്സാര കാര്യങ്ങൾ തന്നെ. ഒന്നില്ലെങ്കിൽ പാത്തുവിനെ നീ എന്താ വിളിക്കാത്തതെന്നോ, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ ഇരിക്കാത്തതെന്നോ, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ആയിരിക്കും വരണേ. പിന്നെ നിന്റെ ബൊട്ടിക്ക് ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ച് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനിടയ്ക്ക് അത് ഇട്ട് എറിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് പോകും.
പോകും, നീ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കല്ലേ, നിന്റെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് നന്നായിട്ട് നോക്കിക്കൊണ്ടു പോകേണ്ട കടമ നിനക്കില്ലേ? അങ്കിളിന്റെ ഓർമ്മയിലുള്ള ഇവർ മക്കൾ ഉണ്ടാക്കിയേക്കണ ഒരു വഴക്ക് എന്താണ്? പൂർണിമയെ പഠിക്കുമ്പോൾ ഞാനാ പഠിപ്പിക്കുന്നത്, ട്യൂഷൻ എടുക്കുന്നത്. മാത്സ് അവള് വീക്കാണ്. അപ്പോൾ ചിലപ്പോൾ അടിക്കും ഞാൻ ചൂരല്. അപ്പോഴത്തേക്ക് ഞാൻ ചൂരലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കല്യാണത്തല്ലെന്ന് എന്താ വഴക്കുണ്ടായത്? അത് ഞങ്ങൾക്ക് ബെഡ്റൂം ഹാളില്ല. അപ്പൊ ചേച്ചിക്ക് അന്ന് ഭയങ്കര സ്നേഹം, എന്റെ കൂടെ കിടക്കണം. അതല്ല കാരണം, അതൊന്നുമല്ല. ലാസ്റ്റ് ഡേയല്ലേ ഇവള് വായിച്ച നീ ഇന്ന് എന്റെ കൂടെ കിടക്കണ്ട, രാവിലെ എണീക്കുമ്പോ അത് മൊത്തം എന്റെ മുഖത്തെ. നീ നിന്റെ റൂമിൽ പോയി കിടക്കും, ഞാൻ എന്റെ റൂമിൽ കിടന്നു. ജന്മം ചെയ്ത സമ്മതിക്കില്ല ചേച്ചി, ഞാൻ നിന്റെ കൂടെ കൈ വെച്ചിട്ടില്ല, ഞാൻ നിന്റെ കൂടെ കിടക്കുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എണീറ്റു, കട്ടില മുകളിൽ നിക്കാ ഞാൻ പോയപ്പോ. നീ നിന്റെ റൂമിൽ പോയി ഇവിടെ കിടക്കാൻ പറ്റില്ല അങ്ങനെ അടിയായി, ശരിക്കും അടിയായി. എന്നിട്ട് ചേച്ചി ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം പോവാൻ നേരത്ത് ഭയങ്കര കരച്ചിലും വീഴ്ചയിലും. അയ്യോ ഇനി ചേച്ചി പോയാ എന്ത് പറ്റും? ചേച്ചി ട്രിവാൻഡ്രത്തല്ലേ കല്യാണം കഴിഞ്ഞ് പോയാ? എന്തിനും വിളിച്ചു ചോദിക്കും, ഞാൻ അത് ചെയ്യട്ടെ, ഉണ്ട്, ഞാൻ ബാത്റൂം പോണോ, ഞാനിപ്പോ കുളിക്കട്ടെ, ഞാനിപ്പോ അത് ചെയ്യട്ടെ, ഈ ഡ്രസ്സ് മതിയോ, അല്ല ഇവിടുന്ന് അവളെ വിളിച്ചു ചോദിക്കും. അവളാണെങ്കിൽ അവിടുന്ന് ഒച്ച എടുക്കും, നീ എന്തിനാ എന്നോട് ഇത് വിളിച്ചു ചോദിക്കണം, നിനക്ക് നിന്റെ ഇഷ്ടത്തിൽ ചെയ്തൂടെ? ഇപ്പോഴും അത് ആരോടെങ്കിലും ഭയങ്കരമായിരുന്നു. എല്ലാത്തിനും ഞാൻ ചേച്ചി വേണം, ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് ചെയ്തു. അത് ഇനി മിസ്സിങ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് അയ്യോ ഇനി ആരുണ്ട്, ആരും ഇല്ലാത്ത മാതിരിയായി വീട്ടില്. പിന്നെ പയ്യെ ചേച്ചി എറണാകുളത്ത് വന്നു. ഈ രണ്ട് മക്കളിലും ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടമുള്ള സ്വഭാവം പറഞ്ഞ അനുസരിക്കും അല്ലേ? അല്ല, ഇവര് മുഖേന ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല എനിക്ക്. പറയുന്ന അവർ ചെയ്യാറുണ്ട്, വേറെ ഒന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഈ അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടികളുണ്ടായ അവരും ഇവിടെ തന്നെയാ വളരുന്നതെന്ന് ഞാൻ മനസ്സിലായി. ബാത്തുവിന് അച്ഛൻ ഇവിടുന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. മറ്റേ വേദു മാത്രം ഇല്ല, ഉള്ള കാര്യം പറയാലോ. എനിക്ക് ആൺകുട്ടികളെ അങ്ങനെ വളർത്തി ഒരു എന്താ അവരുടെ ശീലം ഇല്ല എനിക്ക്. ഇവന് എന്ത് പറഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ പെൺകുട്ടികളാണെങ്കിൽ എനിക്കറിയാം, ഇന്നത് ചെയ്താലേ ഇന്നത് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയാണ്. വെച്ചാ പൂർണിമയ്ക്കും 2 പെൺകുട്ടികള്, അവരെയും വളർത്തിയത് ഞാനാ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ നോക്കിയിട്ടില്ല. പക്ഷെ വേദു ആണെങ്കില് എൻ്റയർലി ഡിഫറെന്റാ. കാരണം നമ്മളൊന്നും പറയണതല്ല, അവൻ ഇങ്ങോട്ട് പറയും നമ്മളോട്, അത് നമ്മൾ അനുസരിക്കണം. ജനറേഷനിലെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഗെയിം അത് ഇത് അവന്റെ ഗെയിമുകളൊക്കെ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഉണ്ട്, ആഗ്രഹമുണ്ട് അവനെ കൂടി ഇരുത്തി കഥ പറഞ്ഞു കൊടുക്കണം, അവനെ കൊഞ്ചിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ അതിലൊന്നും അടുക്കില്ല. എന്ത് ചെയ്യാനാ? ഈ പാത്തുവിന് അച്ഛനെ എപ്പോഴും അമ്മയെക്കാളും അടുപ്പം ചിലപ്പോ അമ്മയുടെ, അതെ അല്ലേ, അമ്മൂമ്മയല്ല ചെറിയമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ. ഈ ചെറിയമ്മയായിരിക്കും ചിലപ്പോ ഫാഷൻ ഐക്കണൊക്കെ ആയിട്ട് മാറുന്നത് അമ്മയേക്കാൾ അല്ലേ? പാത്തു അച്ഛൻ അത് പൂർണ്ണിമ തന്നെയാണ്. പിന്നെ ഫാഷൻ ഐക്കണും ഇൻസ്പിറേഷനും അവര് അനു ആണ് എനിക്ക് പേഴ്സണലി ഞാൻ കാണുന്ന ഒരു 3rd person പെർസ്പെക്ടീവ് എന്ന് പറയുമ്പോൾ പൂർണ്ണിമ അവരെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണിമയുടെ ഡ്രൈവും എംബിഷനും അതൊക്കെ കണ്ടാണ് ഇപ്പൊ പാത്തും സത്യം പറഞ്ഞാൽ ഇത്രയും പാത്തു കുറച്ച് ലേസി ഉള്ള ഒരാളാണ്. പക്ഷെ നൗ ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്, മനസ്സിലായതുകൊണ്ട്. അതുപോലെ തന്നെ നച്ചു ആണെങ്കിലും ആ ഒരു കാര്യം ദേ ബോത്ത് വെരി ഏബിൾ. ഏത് നച്ചു ആണെങ്കിലും പാത്തു ആണെങ്കിലും ഭയങ്കര കഴിവുള്ള, സ്വന്തമായിട്ട് എവിടെ പോയാലും ജീവിക്കാനും പറ്റും, അതുപോലെ തന്നെ സംസാരിച്ചിരിക്കാനും പറ്റും. അവർക്ക് അവർ സെൽഫ് അവയർനെസ് ഉണ്ട്. അതൊക്കെ സീക്രട്സും കാര്യങ്ങളൊക്കെ കൂടുതലും. അതായത് അമ്മയുടെ പറയാനൊരു ലിമിറ്റേഷൻസ് കാണുമല്ലോ. എന്നെ ഒരു ചിത്തിന്നല്ല, ഒരു ഫ്രണ്ട് ആയിട്ട് രീതിയിൽ അവർ കരുതുന്നത്. അപ്പൊ എന്നെ നച്ചു ആണെങ്കിലും പാത്തോളൊക്കെ ആണെങ്കിലും കമോൺ ബ്രോ തോളിൽ കൈയിട്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാ ഞങ്ങള്. അപ്പൊ എപ്പോഴും ഞങ്ങളാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ഞങ്ങൾ ഒരു റൂമിൽ കയറി എന്ന് ഗോസിപ്പിങ്ങും ആ കാര്യങ്ങൾ ഈ കാര്യം എനിക്കിതൊക്കെ അറിയാലോ പണി. എന്നിട്ട് ഞാൻ പയ്യെ പറ്റി ചേച്ചി അതെ ഇതറിഞ്ഞാ അങ്ങനെയാണ് സംഭവം. ചേച്ചി പിന്നെ നിന്റെ അടുത്തൊക്കെ പറയാൻ ചുമ്മാ അവർ ആ പിള്ളേരുടെ ഇതിൽ പറയണല്ലേ. പൂർണ്ണിമ ചേച്ചിയിൽ ഒരു പൊസസീവ് അമ്മയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചേച്ചി അത് കൂളായിട്ട് എടുക്കുന്ന അമ്മയാണ്. പക്ഷെ അവർക്ക് 2 പേർക്കും പൂർണ്ണിമയെ കണ്ടുകൊണ്ടിരിക്കണം. അതെ, അമ്മ ഇല്ലാതെ പറ്റില്ല. അച്ഛനും ഇന്ദ്രനും അങ്ങനെ തന്നെയാ. അങ്ങനെ ആയിരിക്കണം എന്തിനും. ഇവിടെ നിന്ന് എണിച്ച് ഒന്ന് ലൈറ്റ് ആ ലൈറ്റ് ഇട്ട് ചിലപ്പോ ദൂരെങ്ങാനും ആയിരിക്കും ഒന്ന് ലൈറ്റ് ഇടണം. അതേമാതിരി ഒരു കോഫി എടുത്തോണ്ട് കൊടുക്കാനും എല്ലാത്തിനും
ശരിക്കും അതെ, ഇന്ദ്രേട്ടനാണെങ്കിലും അനുവിന് പാത്തുനും അച്ഛനും ചേച്ചി ഇല്ലാതെ പറ്റില്ല. അവള് ലണ്ടനിൽ പഠിക്കാൻ പോകുമ്പോ അനുവിനോട് ചോദിച്ചു ഇവിടെ വന്ന് താമസിച്ചൂടെയെന്ന്. ആ അച്ഛാ, രണ്ടാമത്തെ അച്ഛൻ ചോദിക്കുക, അച്ഛാ നമുക്ക് ഇവിടെ ഇതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ്റെ കൂടെ ലണ്ടനിൽ പോവാം, അവിടെ താമസിക്കാന്ന്. അപ്പൊ എന്റെ ജീവിത വഴി ഇവിടെ അല്ലേന്ന് വെച്ചപ്പോ പറഞ്ഞു, ആ സാരമില്ല, അച്ഛന്റെ സിനിമയിലപ്പോ അച്ഛനെ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയല്ലോ, അങ്ങനെയാ പറയണത്. അതാണ് ശരിക്കും പാത്തും കൂടി വരാനുള്ള കാരണം. അതാണ് മാറി നിൽക്കാൻ ആർക്കാൻ പറ്റില്ല. ഈവൻ ബാംഗ്ലൂരും പോയി, അവിടെ ഇത് തന്നെ. അവിടെ ഇത് തന്നെ. അവൾക്ക് എപ്പോഴും കൂട്ടത്തില്ല. ഈ രണ്ട് മക്കളും ഇങ്ങനെ തന്നെയല്ലേ? ഇവിടെ രണ്ട് മക്കളും വ്യത്യാസമില്ല. അല്ല, അപ്പൊ ഞാൻ ചേട്ടനോട് കയറി വിട്ടെ, അതായത് ചേട്ടൻ എബ്രോഡൊക്കെ വളർന്ന ഒരാളാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ച് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു. എനിക്ക് അബ്രോഡ് തന്നെ പോകണം എന്നായിരുന്നു. പിന്നെ എനിക്ക് അവിടെ സെറ്റിൽ ചെയ്യായിരുന്നു. ശരിക്കും ഞാൻ US പഠിച്ചത്, അവിടെ നിന്ന് കുറച്ചാൾ വർക്കും ചെയ്തായിരുന്നു. പിന്നെ ഫാദറിന് വയ്യാതായപ്പോ ഇവിടെ വന്നതാണ്. പിന്നെ അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ആയതാണ്. പക്ഷെ ഇനിയിപ്പം പോണം എന്ന് ഇപ്പൊ ആസ് ഓഫ് നൗ ഇല്ല. ചേട്ടൻ ഈ ഫാമിലിയിലേക്ക് വന്നപ്പോ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണ്? ഭയങ്കര ചിൽഡായിരുന്നു എല്ലാരും. കുറെ പേർക്ക് ഇങ്ങനെ ഫാദർ ഇൻ ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഡിസ്റ്റൻസിൽ വെക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ചു അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ എല്ലാരും ഒരേപോലെയാണ്. അല്ല, ഞങ്ങൾ ആക്ച്വലി അച്ഛനും ദില്ലും അച്ഛനും ഭയങ്കര കൂട്ടം ആണോ? നമ്മൾ ആക്ച്വലി എന്നോട് കല്യാണത്തിന് മുമ്പൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ സെൻസ് കല്യാണത്തിന് മുമ്പ് പ്രിയ പറഞ്ഞു ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ആംഗ്രി ആണ്, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും, ഷോർട്ട് ടെമ്പേർഡ് ആണെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഞാനിപ്പോ 12 years ആയി, അത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. പക്ഷെ എല്ലാത്തിലും ഒന്നിനും നോമ്പ് പറയില്ല. ഇപ്പൊ നൈറ്റ് ക്ലബിൽ രാത്രി 1 മണിക്ക് പോകാനാണെങ്കിൽ തൊട്ട് രാവിലെ 6 മണിക്ക് ട്രെക്കിങ്ങിന് പോകാനാണെങ്കിൽ, ഇപ്പൊ അല്ല, ഒരു 5 years 6 years ബാക്ക് എവറിത്തിങ് റെഡിയാണ്. ഇപ്പൊ നമുക്ക് 10 മണിക്ക് തറയിൽ കിടക്കേണ്ടി വരും ചിലപ്പോ എയർപോർട്ടില്, അതാണെങ്കിലും റെഡിയാണ്. ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത്രയും വൈബിങ് ആയിട്ടാണ് ഡാഡി നമ്മളോട്. അവിടെ ബുദ്ധിമുട്ട് വരുന്ന ഭാര്യയെ കൊണ്ടാണല്ലേ? അതെ, അത് സത്യം. ഡാഡിയായിട്ട് ട്രാവൽ ചെയ്യണം, പ്രിയായിട്ട് ട്രാവൽ ചെയ്യണം വെച്ചാൽ ഡാഡിയായിട്ട് ട്രാവൽ ചെയ്താൽ മതി എന്ന് പറയും. എനിക്ക് എപ്പോഴും ഭയങ്കര സംശയം തോന്നാറുണ്ട്. അതായത് നമ്മളൊരു ക്ലോത്തിങ് സ്റ്റോറോ നടത്തുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും കൺട്രീസ് ട്രാവൽ ചെയ്യാനുള്ള ഒരു റവന്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് തന്നെ ഒരു 10-20 കൺട്രിയിലധികം നിങ്ങൾ ട്രാവൽ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇഷ്ടം പോലെ. അപ്പൊ എന്താ ഇതിനൊരു മറുപടി എന്താ? നമ്മുടെ ഈ ഓഡിയൻസ്, നമ്മുടെ ടൈപ്പ് ഓഡിയൻസ് എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ പറ്റും, ബ്രാൻഡ്സിനും അറിയാം. അതുപോലത്തെ സ്പോൺസേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ നമ്മുടെ ഈവൻ ദോ നമ്മൾക്ക് ആ 1 മില്യണോ അല്ലെങ്കിൽ 700K സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ പോലും ഉള്ളവര് നമ്മളെ സപ്പോർട്ടിങ്ങും ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനുള്ള ബ്രാൻഡ്സും ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും, കാരണം ഇപ്പോഴാണ് നമുക്ക് ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടായത്, ഹാർഡ്ലി 1 year പോലും ആയിട്ടില്ല. അതിനുമ്പ് ഞങ്ങൾക്ക് വേറെ ഒരു സ്ട്രീം ഓഫ് റവന്യൂ ഇല്ല. നമ്മൾ കിട്ടുന്ന 100% ഇതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ട്രാവൽ കോണ്ടന്റ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഭാഗ്യത്തിന് യൂട്യൂബിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു സീറോ വരുമാനം, ഐ മീൻ വേറെ ഒരു ഇൻകം സോഴ്സും ഇല്ല. മനസ്സിലായി. അപ്പൊ പക്ഷെ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതായത് നാളെ ഈ യൂട്യൂബിന്റെ റവന്യൂ ഇല്ലാണ്ടായി പോയാൽ എന്ത് ചെയ്യുന്നു? സത്യമായിട്ടും ആ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ സ്ട്രെസ് ലൈഫിൽ എടുക്കാത്ത ഒരാളാണ്. കാരണം നമ്മൾ ഏകദേശം 10 വർഷത്തോളം ഈ സിനിമ, നമുക്കൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരുന്നു ഫിലിമിന് വേണ്ടി. അപ്പൊ സക്സസ്ഫുൾ ആയില്ലായിരുന്നു. അപ്പൊ ഫെയിലിയർ പക്കയായിട്ട് എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടത് നമുക്ക് അറിയാം. അപ്പൊ ഇതില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും, നമുക്ക് നമ്മുടെ കഴിവുകളിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. എനിക്കൊരു ചെറിയ കാര്യം മതി സ്ട്രെസ് കൂടെ, ഞാൻ ഇനി എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും. അവിടെ ആണെങ്കിൽ അവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പറയുമ്പോ ദില്ലു ഇത് ഇങ്ങനെയാണ്, നിസ്സാരമാണ്, അതാ ലൈഫാണ്, അങ്ങനെ വരും, ഇങ്ങനെ പോകുന്നൊക്കെ. അപ്പൊ ഒരു സമാധാനം, നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ. പിന്നെ ഇവര് എന്നോട് പറയുമ്പോ എനിക്ക് രാത്രി മുഴുവൻ ഉറക്കമുണ്ടാവും. മമ്മിയോട് പിന്നെ പറയാനും പറ്റൂല എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കര ഇതാ, ഒരു ഇത്തിരി മതി. അതന്നെ എനിക്കും കിട്ടിയിരിക്കുന്നത്. പിന്നെ അന്ന് ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്കിളിന് അങ്ങനെ സ്ട്രെസ് വരുന്ന ആളാണോ? പ്രശ്നമില്ല, കിടക്കേണ്ട താമസം കൂർക്കം വലി കേൾക്കാം. ഇപ്പൊ നിഹാലേട്ടന് മാത്രം ആൻസർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ചോദിക്കാം. അയോണിക് വാങ്ങിച്ചിട്ട് എങ്ങനെ? അല്ല, പൊതുവെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴും. ഈ ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കുന്നത് സേഫ് ആണോ? എസ്പെഷ്യലി നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ വരില്ലേ? EV ഓടിക്കാനുള്ള ഒരു സുഖം, പിന്നെ ഓബിയസ്ലി എല്ലാ റിസ്കും ഉണ്ട്.
എന്ന് പറഞ്ഞാൽ റീസെയിൽ ഉണ്ടോ എന്ന് അറിയില്ല, നമുക്ക് അതൊന്നും അറിയില്ല. പക്ഷെ വണ്ടീനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നെ വാങ്ങി. നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചില്ല, ഇഷ്ടപ്പെട്ടു, അത് വാങ്ങി. അതിന് വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ വണ്ടികളുടെ വിലകളൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു ഫീച്ചേഴ്സും ലക്ഷറിയും കംഫർട്ടും ഉള്ള വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ലാന്ന് തോന്നിയോണ്ട് വാങ്ങിയത്. ഇനി എന്താ നിങ്ങളുടെ ഒരു ഭാവി ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് ക്ലോസ് ടു ഒരു 100 കൺട്രീസ് ട്രാവൽ ചെയ്യണം. അത് മാക്സിമം വിത്ത് പോസിബിൾ ആണെങ്കിൽ വിത്ത് ഫാമിലി, അല്ലെങ്കിൽ എന്താണെങ്കിലും ട്രാവൽ കോണ്ടന്റ് എനിക്ക് ലൈഫ് ലോങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. അതായത് 60 ആണെങ്കിലും 70 ആണെങ്കിലും ഒരിക്കലും റിട്ടയർ ചെയ്ത് നിർത്താൻ താല്പര്യമില്ല. സ്റ്റോറിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്, നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹങ്ങളില്ലാത്ത ഒരു നിമിഷം അപ്പൊ നെക്സ്റ്റ് വളരെ അടുത്തൊരു ട്രിപ്പ് എങ്ങോട്ടാണ്? ഇപ്പൊ ഏറ്റവും അടുത്തേക്ക് ഞങ്ങൾ ലോക്കൽ പോകുന്നുണ്ട്. ഇപ്പൊ മൈസൂരൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ചൈനയിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. പിന്നെ യൂറോപ്പ്, പിന്നെ ദുബായ്, പിന്നെ ഒരു 2 months സമ്മർ വെക്കേഷന് 2 months ഹോൾ ചൈനയിൽ പോയി നിൽക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അത് ശരി. കാരണം നമ്മൾ ചൈനയിൽ പോകുന്നത് ഒരു എക്സിബിഷൻ ബേസ്ഡ് നമ്മുടെ ഷോപ്പ് റിലേറ്റഡ് ആയിട്ടാണ്. കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മെയില് 2 months ചൈന ആണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ വേറൊരു ലോകമാണെന്നാ പറയുന്നത്. ഈ വെസ്റ്റിനെ പോലെയല്ല, ഭയങ്കര ഒരു ഡിഫറെന്റ് കൺട്രി. അതുപോലെ 2 months അവിടെ പോയി നിന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇതിൽ എങ്ങോട്ടാ അച്ഛനും അമ്മയും പോകുന്നത്? എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വീസ കിട്ടും, ആണല്ലേ? മമ്മിക്കും കിട്ടും. പക്ഷെ ഇവര് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതെ, ആഗ്രഹമില്ല കേട്ടോ. ട്രാവലിംഗ് വലിയ താല്പര്യമില്ല. അതെ അതെ, വീടൊക്കെ ഇങ്ങനെ ഇരുന്ന് വീടിന്റെ കഥ ഞാൻ അറിയാൻ വിട്ടുപോയതാണ്. മരുമകൻ പറഞ്ഞത് 12 കൊല്ലം ഇവിടെ വരുന്നത്, 12 കൊല്ലം ഇവിടുത്തെ റെനോവേഷൻ നടക്കുകയാണെന്നാണ്. ഇപ്പൊ തീർന്നിട്ടില്ല. അതെങ്ങനെയായിട്ട് സാധിക്കും? കെട്ടിയപ്പോ തൊട്ട് അങ്ങനെ വരും ഐഡിയ, എങ്ങനെ ചെയ്താൽ അങ്ങനെ അങ്ങനെ ഓരോ ഒന്ന് ചെയ്ത് തീർന്ന്. അപ്പൊ ഇവര് അങ്കിള് പോവാണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ എനിക്ക് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. വരുമ്പോ ഒരു ചേഞ്ച് വരും. എനിക്ക് അതിലൂടെയാണ് കൂടുതൽ താല്പര്യം. അടുത്ത ലേബേഴ്സ് ഒക്കെ പറയുന്നത് പണി തീരാത്ത വീടെന്ന്. എല്ലാത്തിനും ഒരു ചേഞ്ച് ആവശ്യം എപ്പോഴും. അതെ, കഴിഞ്ഞ ജന്മത്തിൽ വല്ല കാരണം എനിക്ക് അവന്റെ കൂടെ അതൊക്കെ നോക്കി നിൽക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതായാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പോലെ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ഫാമിലിയെ തന്നെ കണ്ട ഭയങ്കര പോസിറ്റീവ് വൈബ്സിലാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ ടൈം. India's #1 language academy, Nidus Academy. Result ഉള്ളിടത്ത് പഠിക്കാം.